للمتقين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كلما ذكره الذاكرون وغفل عن ذكره الغافلون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. صدق الله العلي العظيم. لا نعتك بك الله جل وعلا. നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ മസദ്. മസദ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പന നാല് എന്നാണ്. സൂറത്ത് ലഹബ് എന്ന് വേറെ പേരുണ്ട്, സൂറത്ത് തബ്ബത്ത് എന്ന് മറ്റൊരു പേരുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ആക്ഷേപിച്ച ചരിത്രമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഈ സൂറത്തിൽ അബൂ ലഹബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഞ്ചാബിലായിട്ടുള്ള അബൂ ലഹബ്, അവരുടെ ഭാര്യ ഉമ്മു ഖൈർ, അവരെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് ശുദ്ധമായ ദീനീ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അവിടുത്തെ കുടുംബക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നബിതങ്ങൾ നടത്തുന്ന ഒരു പ്രഭാഷണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു വഹീ കൊടുത്തു. വഅൻദിർ അശീറതകൽ അഖറബീൻ. നബിയെ അങ്ങയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കണം. അവർക്ക് വിശുദ്ധമായ ദീനീ ദഅവത്ത് പറഞ്ഞു കൊടുക്കണം, പ്രബോധനം ചെയ്യണം. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, അവർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലാഹുവിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞു കൊടുക്കണം, അവരെ നേർമാർഗത്തിലേക്ക് നയിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് വഹീ കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്നും അവിടുത്തെ കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, അറഅയ്തും ഇൻ ഹദ്ദസ്തുകും അന്നൽ അദുവ മുസബ്ബിഹുകും ഔ മുമസ്സികും അകുന്തും മുസദ്ദിഖിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. നബി തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കുന്ന വിശുദ്ധമായ ദീനിന്റെ ബന്ധാവിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിലും നബി തങ്ങളുടെ സ്വഭാവവും അവിടുത്തെ സംസ്കാരവും അവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നബി തങ്ങളെ ഒരു സ്വാദിഖെന്നും അൽ അമീൻ എന്നൊക്കെ പേരിട്ട് വിളിച്ചത്. സത്യസന്ധനെന്നും വിശ്വസ്തനെന്നും എന്നൊക്കെ വളരെ സത്യസന്ധമായി മക്ക മുശ്രിക്കുകൾ അവരെ അപരനാമം വിളിക്കാറുണ്ടായിരുന്നു. ആ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആദ്യം പറയുന്നത്, ഈ കാണുന്ന പർവ്വതത്തിന്റെ ബാക്കിലൂടെ ഒരു സംഘം നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. പ്രഭാതത്തിലോ പ്രദോഷത്തിലോ ഒരു സംഘം നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ, നിങ്ങൾ ആക്രമിക്കാൻ കടന്നു വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അകുന്തും മുസദ്ദിഖിയ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു.
അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകളും പറഞ്ഞു, ഞാൻ അതേ നബിയെ, അവിടുന്ന് അൽ അമീനാണ്, അവിടുന്ന് സ്വാദിഖാണ്, അന്ന് കള്ളം പറയില്ല, അങ്ങയുടെ സ്വഭാവം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് അവരോട് പറഞ്ഞു, ഫഇന്നീ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, ശക്തമായ ശിക്ഷയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വന്ന ദൂതനാണ്, ഞാൻ നിങ്ങൾക്ക് വന്ന മുന്നറിയിപ്പുകാരനാണ്. നിങ്ങളതുകൊണ്ട് സത്യബന്ധാവിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ മുൻകഴിഞ്ഞ സമുദായത്തിൽ വന്നതുപോലെയുള്ള തിക്തനുഭവങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വന്തം കുടുംബക്കാർക്ക് അവിടുന്ന് പ്രബോധനം നടത്തുകയാണ്. അതിൽ കൂട്ടത്തിൽ അബൂലഹബുണ്ട്, നബിതങ്ങളുടെ കൊച്ചാപ്പയാണ്. അബൂലഹബ കൂട്ടത്തിലുണ്ട്. അപ്പൊ കാര്യമായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയപ്പോ വേറെന്തോ വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് കൂടിയ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നബിതങ്ങള് ഈ പ്രബോധന പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ ഒരുമിച്ച് കൂടില്ല. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്ന അബൂലഹബ്. നബിതങ്ങളുടെ പ്രബോധന പ്രവർത്തനത്തോട് വല്ലാത്ത ബദ്ധവൈരിയായിരുന്നു ഈ അബൂലഹബ്, തന്റെ കൊച്ചാപ്പ. ആ സമയത്ത് അബൂലഹബ് പറഞ്ഞു, തബ്ബൽ ലക സാഇറൽ യൗം അലിഹാദാ ജമഅതനാ, ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് മുഹമ്മദേ, നിനക്ക് നാശം. അലിഹാദാ ജമഅതനാ, ഇതിനാണോ ഈ സഭാഗത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അബൂലഹബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. മുഹമ്മദേ, നിനക്ക് നാശം. അല്ലാഹുവിന്റെ ഹബീബ് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഈ പറയുന്നത്. പക്ഷേ അതിന് മറുപടിയായി വന്നത് മഹാനായ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ആക്ഷേപിച്ചവർക്ക് ഡയറക്റ്റ് മറുപടി കൊടുക്കുകയാണ്. അല്ലാഹുവിനെ കുറ്റം പറഞ്ഞവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹദാനിയത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഡയറക്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിലുപരി അല്ലാഹുവിന്റെ ഹബീബിനെ എന്തെങ്കിലും നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് അല്ലാഹു അവർക്ക് ശാപം കൊടുക്കുകയാണ്. അതിന്റെ ഉദാഹരണമാണ് ഈ സൂറത്ത്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ആ സന്ദർഭത്തിൽ അല്ലാഹു ഇറക്കി കൊടുക്കുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്, അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ, അവന്റെ ജീവിതം തുലഞ്ഞു പോകട്ടെ, അവന്റെ ജീവിതത്തിൽ നാശമാണ്. അങ്ങനെ അവൻ നശിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിതങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞ ആ ആളിനെതിരെ, ആ അബൂലഹബിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടിയാണ് ഈ ആയത്ത്. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ്, അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചു പോട്ടെ. വതബ്ബ്, അത് പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്, അവന്റെ ഭാവി പോയിട്ടുണ്ട്. അവൻ സമ്പാദിച്ചു കൂടിയ സമ്പത്തോ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അവനിക്ക് ഫലപ്പെട്ടിട്ടില്ല. ശുദ്ധമായ ദീനിനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഭാവി മുഴുവനും നശിച്ചു പോയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ നബിതങ്ങൾക്ക് എതിരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് അബൂജഹലിനെ പോലത്തെ ഒരു ആളാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പയായ അബൂലഹബ്. ഈ അബൂലഹബിന്റെ ഭാര്യയും ഇതേ സ്വഭാവക്കാരിയായിരുന്നു, ഖൈർ എന്നാണ് അവരുടെ പേര്. അവരും ഇതേ സ്വഭാവക്കാരിയായിരുന്നു. അവരും നബിതങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോകുന്ന വഴിയിലെല്ലാം ബുദ്ധിമുട്ടിക്കാൻ അവർ ശ്രമിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല, അവരുടെ കഴുത്തിലുള്ള ഒരു സ്വർണം, ആ സ്വർണം പിടിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഇത് വിറ്റിട്ടാണെങ്കിലും മുഹമ്മദിനെതിരെ ഞാൻ രംഗത്ത് വരും, മുഹമ്മദിനെ ഞാൻ കുറ്റം പറയും, മുഹമ്മദിനെ ഞാൻ ഉപദ്രവിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പോലും അവർ പറയുകയുണ്ടായി. അതായത് അബൂലഹബ് എന്നവരുടെ ഭാര്യ. എന്നാൽ ആ ഭാര്യയ്ക്കും അല്ലാഹു മറുപടി കൊടുക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നു, സയസ്ലാ നാറൻ ദാത ലഹബ്, അബൂലഹബ് കത്തിക്കാളുന്ന നരകത്തിൽ പ്രവേശിക്കും. കത്തിക്കാളുന്ന നരകമാണ് അവന്റെ അഭയസ്ഥാനം. വംറഅതുഹു, അവന്റെ ഭാര്യ, ഈ പറഞ്ഞ പെണ്ണ് ഹമ്മാലത്തുൽ ഹതബ്,
അവര് വിറക് ചുമട്ടുകാരിയായിട്ട് അവരെ നരകത്തിലേക്ക് പ്രവേശിക്കും. അവരുടെ കഴുത്തിൽ ഈന്തപ്പന നാരിനാനുള്ള ഒരു കയറ് കാണും നരകത്തിലേക്ക് കടക്കുമ്പോ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. എന്താണ് ഈ കഴുത്തിൽ ഈന്തപ്പന നാര് അങ്ങനെ ഒരു കയറുണ്ടാകാൻ കാരണം? അവരവരുടെ ആഭരണം പിടിച്ചുകൊണ്ട് സത്യം ചെയ്തതല്ലേ നബിതങ്ങളെ എല്ലാ വഴിയിലും ബുദ്ധിമുട്ടിക്കും. നബിതങ്ങളെ പ്രബോധനം നടത്താൻ അവർ വിടത്തില്ല. നബിതങ്ങളുടെ പോകുന്ന വഴിയിലെല്ലാം ഉപദ്രവമായി എന്നവരാണ് ഈ അബൂ ലഹബിന്റെ ഭാര്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ ആ സമ്പത്ത് കൊണ്ട് എന്നെ ഹബീബിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ അവരുടെ വാസസ്ഥലം നരകമാണ്. അവരുടെ കഴുത്തിൽ ഞാൻ ഈന്തപ്പന നാരിനാലുള്ള കയറിട്ട് കൊണ്ടാണ് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ചവർക്ക് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഇടപെടുകയാണ്. അബൂ ലഹബിന്റെ നാശമാണ്, അവന്റെ ഭാവി മുഴുവനും നശിച്ചു പോയിട്ടുണ്ട് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ വലിയ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർ, അത് ഏത് തരത്തിലാകട്ടെ, വാക്ക് മുഖേനയാകട്ടെ അല്ലെങ്കിൽ പ്രവൃത്തി മുഖേനയാകട്ടെ, അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവർ അവരെ ശക്തമായ ശിക്ഷയുണ്ട് എന്ന് മുന്നിൽ കണ്ടിട്ട് വേണം അത് ചെയ്യാനെന്ന് ഈ സൂറത്ത് നമുക്ക് നൽകുന്ന പാഠമാണ്. നബിയുടെ കൽപ്പനയ്ക്കെതിരെ നിൽക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും നബിയുടെ കൽപ്പനയും ധിക്കരിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകണം. ആ ആളുകൾ പേടിച്ചു കൊള്ളട്ടെ, അവർക്ക് ഫിത്ന വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അവർക്ക് ഫിത്ന കടന്നു വരും. അതായത് നബിതങ്ങളുടെ സുന്നത്തിനെ ധിക്കരിക്കുന്നവർ, നബിതങ്ങളുടെ വാക്കുകൾക്ക് മൈൻഡ് ചെയ്യാത്തവർ, അതിനെ തള്ളുന്നവർ, അവർക്ക് വലിയ ഫിത്ന കടന്നു വരുമെന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് തരികയാണ്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് അവരെ പിടികൂടാനിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് തരികയാണ്. വേറെ ആയത്തുകളിലൊക്കെ അല്ലാഹു പറയുന്നുണ്ട്, വമൻ യുശാഖിഖിർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബിനെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗ്ഗം വ്യക്തമായതിനു ശേഷം, സൽപന്ഥാവ് അവനിക്ക് മനസ്സിലായതിനു ശേഷം അല്ലാഹുവിന്റെ ഹബീബിനെ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചാൽ, അവന്റെ റസൂലിനെയും ധിക്കരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവന് വഴിപിഴച്ചു പോകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബിനെ എതിരെ നിൽക്കുന്നവർ, അല്ലാഹുവിന്റെ ഹബീബിനെ ബുദ്ധിമുട്ടിക്കുന്നവർക്കുള്ള താക്കീതാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് നബിതങ്ങളെ നമ്മൾ മുറുകെ പിടിക്കണം, അവിടുത്തെ സുന്നത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. നബിതങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു വിഷയവും ഉമ്മത്തികളായി നമ്മൾ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ അമൽ ചെയ്യണം. നിങ്ങളുടെ ഓരോ പ്രവർത്തനവും അല്ലാഹുവും അവന്റെ റസൂലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് നോക്കിക്കാണുന്നുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ കണ്ടിട്ട്, നല്ല അമലുകൾ കണ്ടിട്ട് നബി തങ്ങൾ സന്തോഷിക്കും, തിന്മകൾ കണ്ടാൽ നബി തങ്ങൾ ദുഃഖിക്കും. ആ ഒരു ചിന്ത നമുക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിൽ പരിപൂർണമായി അനുധാവനം ചെയ്യാനും അവിടെ ഇത്തിബാഅ ചെയ്യാനും അവരുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായ അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമളാനും ഖുർആനും അനുകൂലമായി സാക്ഷ്യം നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ കൊടുത്തിട്ടെ. വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വളരെ ഭാഗ്യം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ